ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ചിട്ടാണ്. 10 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് നോക്കാം. ആൻ ഇൻപുട്ട് ഡിവൈസ് ഈസ് യൂസർ ടു സെൻഡ് ഡാറ്റ ഓർ കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ. ദീസ് ഡിവൈസസ് അലൗ യൂസേഴ്സ് ടു ഇന്ററാക്ട് with an provided information to the system. These devices play a crucial role in enable communication between humans and machines. സിമ്പിൾ ആയിട്ട് ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ഓർ കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സെൻഡ് ഡാറ്റ ഓർ കമാൻഡ്സ് ടു ദ കമ്പ്യൂട്ടർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാസും അതുപോലെ തന്നെ കമാൻഡ്സും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് അതല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ്. ഡാറ്റാസോ അതല്ലെങ്കിൽ കമാൻഡ്സോ ഒക്കെ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, സ്കാനർ ഉണ്ട്, ക്യാമറാസ് ഉണ്ട്, ദെൻ ലൈറ്റ് പെന്ന്, അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിൽ കൊടുക്കുന്നുണ്ട് ആ ഡിവൈസസ് കംപ്ലീറ്റ് നമുക്ക് ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ ആണ് കീബോർഡ്. A keyboard is one of the most common input devices. It consists of set of keys that allow users to type text, numbers and commands to the computer. Each key represented a specific character or functions enabling users to perform tasks like writing, documents or navigating softwares. കീബോർഡ് എന്താണ്? ഒരുപാട് കീസ് ഉണ്ട്. നമുക്കറിയാലോ ഒരുപാട് ടൈപ്പ് കീസ് ഉണ്ട്. ആൽഫബറ്റ്സ് ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, തുടങ്ങി ഒരുപാട് കീസ് ഉണ്ട്. യൂസ് ചെയ്യുന്നത് എന്താണ്? നോർമലി ഇതൊരു ടൈപ്പിംഗ് ഇൻപുട്ട് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കീബോർഡ്സ് നോർമലി യൂസ് ചെയ്യുന്നത്. ദെൻ മൗസ് എന്താണ്? A mouse is a pointing device used to control the cursor on the computer screen. It allows users to click, select, drag and drop item in graphical user interface. Some modern mic also include additional features like scroll wheel and customizable buttons. ജസ്റ്റ് പറയുകയാണെങ്കിൽ മൗസ് എന്താണ്? ഒരു പോയിന്റിംഗ് ഡിവൈസസ് ആണ്. അതിലൊരു കേഴ്സർ ഉണ്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കേഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെന്താ നമ്മൾ പറയുന്നത്? ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്ട് ചെയ്യാൻ, ഡ്രാഗ് ചെയ്യാൻ, ഡ്രോപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു മൗസ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗസിൽ നമുക്ക് രണ്ട് ബട്ടൺസ് കാണാൻ പറ്റും, റൈറ്റും അതുപോലെ തന്നെ ലെഫ്റ്റും. സെലക്ട് ചെയ്യാൻ അതുപോലെ തന്നെ മോർ ഓപ്ഷൻസ് വരാൻ വേണ്ടിയിട്ട്. ദെൻ സ്ക്രോളിംഗ് ബട്ടൺ ഉണ്ട്, നമുക്ക് സ്ക്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ആണ് സ്കാനർ, മൈക്രോഫോൺ, ക്യാമറ. സ്കാനർ എന്താണ്? എ സ്കാനർ is used to convert physical documents or images into a digital format. It works the capturing the image or text from a physical surface and converting into a electronic data that can be edited, stored and shared. Just ഒന്നുമില്ല, ഫിസിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ ഇമേജോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. നോർമലി ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളടുത്തൊരു പേപ്പർ ഉണ്ട്, അത് ജസ്റ്റ് നമ്മൾ സ്കാനർ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്തു നമ്മൾ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ SSLC +2 സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആക്കുമല്ലോ. നമ്മൾ കയ്യിലൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാവും, അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന് നമ്മൾ പറയും ഡിജിറ്റൽ ഫോർമാറ്റിലായി എന്ന് പറയുമല്ലോ. ആ ഒരു സംഭവം തന്നെയാണ് സ്കാനറിൽ പറയുന്നത്. ദെൻ മൈക്രോഫോൺസ്. എ മൈക്രോഫോൺ ക്യാപ്ചേഴ്സ് സൗണ്ട് വേവ്സ് ആൻഡ് convert them into digital signals that the computer can process. It is commonly used for voice communication, recording audio or voice commands in application like virtual assistants. നോർമലി നമ്മൾ എന്തിനാണ് മൈക്രോഫോൺസ് യൂസ് ചെയ്യുന്നത്? നമ്മൾ വോയിസ് അതല്ലെങ്കിൽ നമ്മൾ ഓഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ സിസ്റ്റത്തിൽ അത് ഡിജിറ്റൽ സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് ലെറ്റേഴ്സിൽ എഴുതി വെച്ചേ ഉള്ളൂ. ഇനി ക്യാമറ എന്താണ്? എ ക്യാമറ ക്യാപ്ചർ സ്റ്റിൽ ഇമേജ് ഓർ വീഡിയോസ് ആൻഡ് ട്രാൻസ്ഫർ them to a computer for editing, storage, live interactions. For example, webcams are used
used in video conferencing,